മറ്റൊന്നിലേക്ക് ഞാൻ പോകുന്നു. പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഡിവൈഎഫ്ഐ നേതാക്കൾ ഉപരോധിക്കുന്നു. ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA KSRTC ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിൽ പങ്കെടുപ്പിച്ചു എന്നതിനെ ചൊല്ലിയാണ് പ്രതിഷേധം. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി വരുന്നതിന് മുമ്പ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അറിയാൻ കുറച്ച് കാര്യങ്ങൾ പ്രയാസമുണ്ടാവും. ഒരു പരിപാടി നടത്തുമ്പോൾ എല്ലാവരെയും വരുന്നില്ല എന്ന് പറഞ്ഞു. അത് വേറെ ആൾ ഉദ്ഘാടനം ചെയ്തു. പിന്നെ എങ്ങനെ വന്നു? ഇവിടെ ഫ്ലാഗ് എങ്ങനെ തയ്യാറായി? ഉദ്ഘാടനം എങ്ങനെ നടന്നു? ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ലേ? യഥാർത്ഥത്തില് നിങ്ങളല്ലേ കസ്റ്റോഡിയൻ? ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ലെങ്കിൽ താങ്കൾ യോഗ്യനാണോ? താങ്കളെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ല. ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ല. നാളെ ഇത് ആയിരക്കണക്കിന് യാത്രക്കാർ ദിനേന വരുന്ന ഒരു പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡല്ലേ. മറ്റെന്തെങ്കിലും നാളെ നടന്നാലും താങ്കൾ പറയും എനിക്കൊന്നും അറിയില്ല എന്ന് പറയോ? അങ്ങനെ കൈ കഴുകാൻ പറ്റുമോ? ഈ പ്രമേസിനകത്ത് നടക്കുന്ന നാളെ ആളുകൾ അതിക്രമിച്ച് നടന്നപ്പോൾ ഞങ്ങൾ വന്നു, അല്ലെങ്കിൽ വേറെ പ്രതിഷേധക്കാർ വന്നു. 4 ബസ്സിന് കല്ല് നിറഞ്ഞു പൊടിച്ചാൽ നിങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയാ. നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല മിസ്റ്റർ. അല്ല, ആർക്ക് തോന്നില്ലേ അത് ചെയ്തത് ശരിയല്ല എന്നുള്ളത്? ഇങ്ങനെയാണ് പ്രതിഷേധം അറിയില്ല. ഇങ്ങനെയാണ് പ്രതിഷേധം പറയും. സാധാരണ ബസ് ഉദ്ഘാടനം പറഞ്ഞത് യൂണിയനാണ് ഉൾപ്പെടെ അറിയിക്കേണ്ടത്. ഒരു ഡിപ്പോ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ രഹസ്യമായി ചെയ്യാൻ പാടില്ല. 9 മണി വരെ ഡിപ്പോ എഞ്ചിനീയറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 8:30 മണിക്ക് എന്നെ അറിയിച്ചു. 8:30 മണിക്കാണ് 9 മണി വരെ ഒരു സംഘടനകളെ വിളിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല. ഡിപ്പോ എഞ്ചിനീയർ ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്ഘാടനം നടത്തുന്നത് യാത്രക്കാരെ ബസ്സിൽ കയറ്റി 9:05 ആകുമ്പോൾ MLA വരികയാണ്. 9:05 കൃത്യം MLA വന്നുകൊണ്ട് ആ ഉദ്ഘാടനം കൂടെ നടത്തുക. 5 മിനിറ്റോട് ഫോട്ടോ എടുത്തുകൊണ്ട് പോവുക. സംഘടനകളെ വഞ്ചിച്ചു. ഉദ്ഘാടനം ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞ് ഡിപ്പോ എഞ്ചിനീയർ സുനിൽ പറഞ്ഞ ആൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. 9 മണി വരെ അദ്ദേഹം അതിന്റെ വെച്ചാൻ പിടിച്ചുകൊണ്ട് ചെയ്തിട്ട് രഹസ്യമായിട്ട് INTC-കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് KSRTC സൽപ്പേരിന് കാന്തപുരം തരത്തിലുള്ള ഇടപെടലാണ് പാലക്കാട്ടിലെ. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, എന്താണ് പ്രതിഷേധത്തിന് ആധാരം? ഈ ആരോപണ വിധേയനായ ഇദ്ദേഹത്തെ പൊതുവേദികളിൽ കൊണ്ടുവരാൻ ആസൂത്രിതമായ പണി നടക്കുന്നു എന്നാണോ ഡിവൈഎഫ്ഐക്കാർ പറയുന്നത്? നിഷാദ്, ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് പാലക്കാട് നിന്ന് പുതുതായി സർവീസ് ആരംഭിച്ച ബംഗളൂരു AC സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ ഫ്ളാഗ് ഓഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ എത്തിയിരുന്നെങ്കിലും പൊതുപരിപാടികളിലോ സർക്കാർ പരിപാടികളിലോ പങ്കെടുത്തിരുന്നില്ല. ഇന്നലെ ആദ്യമായാണ് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്, സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഡിവൈഎഫ്ഐ പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിലാണ് ഈ സർക്കാരിന്റെ തന്നെ ഈ KSRTC-യുടെ ഒരു ഫ്ളാഗ് ഓഫ് കർമ്മം അദ്ദേഹം ചെയ്യുന്നത്. ഇത് ആരെയും അറിയിച്ചില്ല. CIT ഉൾപ്പെടെയുള്ള യൂണിയനെ പോലും അറിയിക്കാതെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ MLA-യും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയാണ് എന്നുള്ളത് ആരോപിച്ചാണ് ഇപ്പോൾ ഈ ഈ DTOട് സംസാരിക്കാൻ എന്ന രീതിയിൽ വന്ന് ഇപ്പോൾ ഏതാണ്ട് ഒരു ഉപരോധത്തിന്റെ തരത്തിലേക്ക് ഈ അവരുടെ പ്രതിഷേധം മാറിയിട്ടുണ്ട്. ഈ MLA-യെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ DTO ആണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോട് ഇപ്പോൾ ഈ പ്രവർത്തകർ കയർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ CITU KSRTC-യിലെ CITU പ്രവർത്തകരും പ്രതിഷേധവുമായി ഈ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഈ ഓഫീസിന് പുറത്ത് നിൽക്കുന്നുണ്ട്. CITU നേതാക്കളും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്യുകയാണ്. രേഖാമൂലം എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ചുമതല നില MLA-നെ അറിയിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ പറയട്ടെ, ബസ് വെള്ളിയാഴ്ച രാവിലെ ഓൺലൈനിൽ വന്നു. 11 മണി തൊട്ട് ഇവിടെ ഓൺലൈനിൽ ജനങ്ങൾ മുഴുവൻ ചെയ്ത് പോകുന്നുണ്ട്. ഇന്നലെ ഉദ്ഘാടനം നടന്നാലും ബസ് പോകും. അത് ഇതായിട്ട് ഇതില്ല. അത് റീപ്ലേസ്മെന്റ് ബസ്സായിരുന്നു. സ്ഥലം MLA-നെ അറിയിക്കാനുള്ള
എന്റെ ചുമതല മാത്രമേ ഞാൻ അറിയിച്ചു. എപ്പോഴാ വീട്ടിൽ പോയി ക്ഷണിച്ച MLA? ക്ഷണിച്ചതല്ല, അത് പറയും, സമ്മതിച്ചോളി. എപ്പോഴും ആരെല്ലാം പോയി? ഞാനും DA കൂടി പോയി അറിയിച്ചു. വീട്ടിൽ പോയി വിളിച്ചു, അറിയിച്ചു. അല്ല ഉദ്ഘാടനത്തിന് വരണമെന്ന് വന്നിട്ട് ബസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. നോട്ടീസും ബോർഡൊന്നും അടിച്ചില്ല. വേണ്ട ഉദ്ഘാടനത്തിന്റെ റീപ്ലേസ്മെന്റ് MLA പങ്കെടുക്കുന്ന പരിപാടി, ഓക്കെ, MLA പങ്കെടുക്കുന്ന ഒരു പരിപാടി. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങളിത് മുഴുവൻ പറയാന്ന് പറഞ്ഞു. പറയാന്ന് അവിടെ നിന്ന് നിർത്തി. ഇന്നലെ രാത്രി 8:30 വൈകുന്നേരം വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ടെന്നേ പറഞ്ഞു. എന്നോട് പറഞ്ഞു അമൃതയിൽ പോകുന്നു പറഞ്ഞു. 8:30 മണിക്ക് വിളിച്ചിട്ട് ഞാൻ ഇത്ര ഒരു ഇഷ്യൂ ഇതിൽ ഞാൻ കണ്ടില്ല. അതിൻ്റെ ഒരു ഇത്ര ഇങ്ങനെ ആവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ബസ് AC ഫുള്ളായി കിടക്കണം, ഓൺലൈനിൽ കിടക്കണം, എല്ലാവരും കാണണം. വ്യാഴാഴ്ച ഞാൻ മീറ്റിംഗ് കൂടി ഇവിടെ എല്ലാവരും എല്ലാ ഹെഡുകളെയും അറിയിച്ചിട്ടുണ്ട്. രേഖയുണ്ട് ഇവിടെ. എന്നിട്ട് ഞാൻ ആരും ഒറ്റയ്ക്കൊന്നല്ല. ഈ ബസ് വന്നത് മനോരമയിൽ വലിയ വാർത്ത വന്നല്ലോ. MLA യുമായി അല്ല, ഞാൻ ബസ് വന്നത് നല്ലൊരു വാർത്ത മനോരമയിൽ വന്നു.